പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് തുർക്കിയും ഈജിപ്തും മറ്റ് ഗൾഫ് രാജ്യങ്ങളും. ഇറാനുമായി ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വീണ്ടും സംസാരിച്ചു. ഇനി ആക്രമണം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് അമേരിക്ക നൽകിയാൽ മാത്രം ഹോർമൂസ് തുറക്കുന്നതും ആണവ സമ്പുഷ്ടീകരണത്തിൽ ചർച്ച നടത്തുന്നതും പരിഗണിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. അതിനിടെ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ട്രംപ് ചർച്ച ചെയ്തെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. യുഎക്ക് നേരെ ഇറാൻ നടത്തിയ കടുത്ത ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും യുഎ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. പ്രതിസന്ധിക്കിടെ GCC മേഖലയുടെ യോജിപ്പ് സമീപകാലത്തെ താഴ്ന്ന നിലയിലെത്തിയതും അറബ് ലീഗ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മേഖലയിൽ കാര്യമായ വഴിത്തിരിവാണ് ഈ ആക്രമണമെന്നും ഇനി രീതി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ കടുത്ത വിമർശനവും നിലപാടും തുടരുകയാണ് UAE. വിഷയത്തിൽ ഇറാനെക്കുറിച്ചും മേഖലയെക്കുറിച്ചും തുറന്ന ആഴത്തിലുള്ള വിലയിരുത്തലാണ് ഡോക്ടർ അൻവർ ഗർഗാഷിന്റേത്. UAEക്ക് നേരെയുള്ള കടുത്ത ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും തീരുമാനവും ഉണ്ടെന്നാണ് ഡോക്ടർ അൻവർ പറയുന്നത്. സമാധാനത്തിനായി ഗൾഫ് മേഖലയുടെ സജീവ ശ്രമം ഉണ്ടായിട്ടും ആക്രമണം നടത്തിയത് ഒറ്റപ്പെട്ട തീരുമാനമല്ല. മേഖലയിൽ കാര്യമായ വഴിത്തിരിവാണ് ഈ ആക്രമണമെന്നും മുൻപുണ്ടായിരുന്ന രീതികളും സമീപനങ്ങളും മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഘർഷാവസ്ഥ കാലത്ത് സഖ്യങ്ങളുടെ പുനഃപരിശോധന എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പമാണ് അനിവാര്യമായ ഘട്ടത്തിലും പ്രതിസന്ധിയെ നേരിടാനുള്ള യോജിച്ച ഇടപെടലുകളിൽ GCCയിലെ ഐക്യം ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതും അദ്ദേഹം തുറന്നു പറഞ്ഞത്. അറബ് ലീഗ് നേതൃത്വം പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ചില്ലെന്നും തുറന്നു പറഞ്ഞു. മേഖലയുടെ സ്ഥിരതയും പൊതു താൽപര്യവും സംരക്ഷിക്കുന്നതിൽ അമേരിക്കയുമായി ഉൾപ്പെടെയുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പ്രാധാന്യവും അൻവർ എടുത്തു പറഞ്ഞു. പരമ്പരാഗത രീതികളിൽ ഇനി ഇറാന്റെ ഭീഷണികളെ നേരിടാനാവില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന UAE അതിശക്തമായ നിലപാടിൽ തീരുമാനങ്ങൾ എടുക്കുമെന്നും വ്യക്തമാക്കുന്നു. വിഷയങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ പരിഹാരം കാണുന്ന പതിവ് രീതിക്ക് കൃത്യമായ മാറ്റം ഇപ്പോഴത്തെ സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതൊരു വലിയ സൂചനയാണ്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെയുള്ള തുടർ നടപടികളുടെ ഭാഗമായി 69 പേരുടെ പൗരത്വം റദ്ദാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ. പൗരത്വം റദ്ദാക്കപ്പെട്ടവരുടെ പട്ടികയും പേരുകൾ സഹിതം പുറത്തുവിട്ടു. രാജകീയ ഉത്തരവ് പ്രകാരമാണ് നടപടി. ബഹ്റൈൻ ആക്രമണം നേരിട്ട സമയത്ത് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും സുരക്ഷയും സ്ഥിരതയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് കണ്ടെത്തിയതായാണ് നടപടി. ബഹ്റൈൻ പൗരത്വം ലഭിച്ചവർക്ക് അതിൻ്റെതായ കടമകൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഇറാനിയൻ എണ്ണയുമായി സഞ്ചരിച്ച 2 ടാങ്കറുകൾ US സൈന്യം പിടിച്ചെടുത്തതിൽ ശക്തമായി അപലപിച്ച് ഇറാനും രംഗത്തെത്തിയിരുന്നു. നടന്നത് കടൽക്കൊള്ളയും രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് ഇറാൻ പറഞ്ഞു. US കടൽക്കൊള്ളയ്ക്ക് നിയമപരമായി അംഗീകാരം നൽകുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കി. എന്നാൽ നീക്കത്തെ നിയമപരമായ നടപടിയാണെന്ന് US വിശേഷിപ്പിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.